ഹായ് ഗൈസ്, മലേഷ്യയിലെ സെക്കൻഡ് ഡേയിലെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾക്ക് മലേഷ്യ പോവാനും കാണാനും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വ്ലോഗ് ഇടുന്നത് ഗൈസ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന റോഡ് നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള റോഡാണ്. നമ്മൾ പാക്കേജ് എടുത്ത് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവര് ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബസ്സിലായിരിക്കും നമ്മളെ കൊണ്ടുപോവുക, അതും വിത്ത് ഗൈഡായിട്ട്. മലേഷ്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം അവരുടെ നീറ്റ്നെസ് ആണ്. നോക്കൂ, വഴിയിലൊന്നും ഒരു കവർ പോലും ഇല്ല. അത്രയും ഡീപ്പ് ക്ലീൻ ആയിട്ടാണ് അവരെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തോന്നുന്നിടത്തൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാർക്ക് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് മാത്രം പാർക്ക് ചെയ്യുക, ഇല്ലേ നമുക്ക് വിചാരിക്കുന്നതിലും വലിയൊരു എമൗണ്ട് ആയിരിക്കും അവിടുത്തെ ഫൈൻ ഗൈസ്. പിന്നെ അവിടുത്തെ വണ്ടികളൊക്കെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്താണ് അവർ കൊണ്ടു കിടക്കുന്നത്. ഇപ്പൊ കാണുന്നത് ഡബിൾ ഡക്കർ ബസ്സാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ആ ബസ്സിൽ കയറണമെന്ന്, പക്ഷെ സമയം കിട്ടിയില്ല ഗൈസ്. ഈ കാണുന്ന ടവറാണ് ടിൻ ടവർ. നമ്മള് മലേഷ്യയിൽ വന്ന ആദ്യം കാണാൻ പോകുന്നത് മിക്ക ആൾക്കാരും ഈ ടിൻ ടവർ ആയിരിക്കും. കാരണം അതൊരു ഫേമസ് ടവർ ആണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മലേഷ്യയിൽ കൂടുതലും ടവേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ചാച്ചനാണ്. വോയിസ് ഓവർ മാത്രമേ ഞാനുള്ളൂ ഗായ്സ്. Star Point Hotel to get a breakfast. Okay, you need to hang around at the playground there. Okay, let them for the deep face go for the breakfast. Okay, in 45 minutes finish your breakfast, then come back to the bus. നിങ്ങൾ കേട്ട സൗണ്ട് നമ്മുടെ ബസ്സിൽ നിന്ന് ഗൈഡ് അനൗൺസ് ചെയ്ത സൗണ്ടാണ്. അതായത് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞതാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് മലേഷ്യയിലൊക്കെ വീടുകളാണ്. അതായത് എല്ലാ വീടുകളും ഇങ്ങനെ അടുത്തടുത്താണ് ഉള്ളത്. ഒരു വാതിലിന്റെ അപ്പുറം അടുത്ത വീട്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞിന് ഇത്രയും നേരം കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് ഓക്കെ ആയി. ബ്രോ എവിടെ പോവും ബ്രോ? നമ്മൾ രാവിലെ ആഹാരം കഴിക്കാൻ പോവാണ് മലേഷ്യയിൽ. സോ ദാണ്ട് അവിടെ പുകയാണ്, അവിടെ അടുക്കള കത്തിക്കുന്നുണ്ട്. നമുക്ക് എന്നാണെങ്കിൽ ആഹാരം ഇല്ലാത്ത പരിപാടി പറ്റത്തില്ല ഗൈസ്. എനിക്കാണ് തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ആഹാരം ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു നേരം ആലോചിക്കാൻ പോലും വയ്യ. സോ നമുക്കപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ കാണാം. ഏത് ആക്ച്വലി നമ്മുടെ റെസ്റ്റോറൻ്റ് എനിക്കിത് അതുപോലത്തെ കാർ എനിക്ക് വേണ്ട. റെസ്റ്റോറൻറ്റിൽ ഓക്കെ, വി ഫൈൻഡ് റെസ്റ്റോറൻറ്റ് ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴത്തേക്കും കഴിച്ചത് ദഹിക്കുമല്ലോ കർത്താവേ. ആ അണ്ണാ, ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഓക്കെ ഫൈനലി വി റീച്ച്. ടയർഡായി. ഇതാണ് വൈബ് കപ്പിൾസ്. വാഷ് ബേസും കൊള്ളാം. സ്വർണ്ണത്തളി വെച്ചുണ്ടാക്കിയ പോലെ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അതിൻ്റെ സന്തോഷമാണ് ഈ കേട്ടോണ്ടിരുന്നതും കണ്ടോണ്ടിരുന്നതും ഒക്കെ. അപ്പം ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മേലെ കൂടെ ഈ കേബിൾ കാർ പോകുന്നത്, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മളിന്ന് ചെയ്യും. പിന്നെ നമ്മൾ എവിടെ ഒരു ഹൈലൻഡിൽ എവിടെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന്. ഗൈഡിൻ്റെ നിർദ്ദേശം പ്രകാരമായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ രാവിലത്തെ ആഹാരം കഴിക്കണം. സോ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഇവിടെ അടുത്തൊരു കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല കേരള മസാല ദോശയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഇവിടുത്തെ അണ്ണം പറഞ്ഞത് അങ്ങനെ. ഇവിടുത്തെ മസാല ദോശ നമ്മുടെ മസാല ദോശയാണോ എന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും നമുക്ക് കാണാം. കഴിച്ചിട്ട് എന്തായാലും റിവ്യൂ പറയാം ഗൈസ്. മലേഷ്യൻ മസാല ദോശ, മലേഷ്യൻ അങ്ങ് മലേഷ്യ പോയി മസാല ദോശ കഴിച്ച്. ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ മലേഷ്യയിലെ മസാല ദോശ കഴിക്കാൻ പോവാണ്. മലേഷ്യയിലെ മസാല ദോശ എങ്ങനെയാണെന്ന് അറിയണം. ഈ ഷർട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ എണ്ണിച്ചിന്ന് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഞാൻ. കണ്ടോ എങ്ങനെയുണ്ട് ഈ ഷർട്ട്? എങ്ങനെ നോക്കിയ ഗൈസ്? മുഖം കാണുന്നില്ലെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? നല്ല ഷർട്ടാണോ? നല്ല ഷർട്ടാണെങ്കിൽ പറയണം. ഇവള് മാത്രം ഇപ്പോൾ അടിപൊളിയായിട്ടെന്ന് പറഞ്ഞ് ഇവളിരിക്കുന്നത്. എൻ്റെ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റേ
മസാല ദോശ വരാൻ സമയമായി കേട്ടോ ഗൈസ്. ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങുമോ രാത്രി, അപ്പം ഒരു വെളുപ്പിനൊക്കെ ആറായപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഉറക്കപ്പിച്ചാൽ എന്തോ ചാച്ച ഇങ്ങനെയാണ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചാച്ച ഉറക്കത്തിൽ പറയാം ഓക്കെ മോനെ ഓക്കെ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ പറയുക, ഉറക്കത്തിൽ പോലും ഞാൻ നിന്നെ ഇങ്ങനെ മറ്റേ എന്താ നിന്നെ ഇങ്ങനെ ഓർത്തിരിക്കുക, മനസ്സിലായോ? അല്ലെങ്കിൽ ഉറക്കത്തിൽ മറ്റേ വെടി വെച്ചാൽ അറിയത്തില്ലേ ഞാൻ, മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തുവാ. അപ്പം നീ എന്ത് ആ ഉറക്കത്തിൽ നീ പറയുന്നതിനകത്ത് ഞാൻ ഓക്കെ പറയണമെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്ത് ചോദിക്കുന്നതിന് ഞാൻ ഓക്കെ പറയുന്നെങ്കിൽ ഉറക്കത്തിലും ഗൈസ്, അത് ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അയ്യോ, എന്താണ് താങ്കൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്നത്? വിശക്കുന്നു. ബാക്കി എല്ലാവർക്കും മസാല ദോശ എത്തി, നമുക്ക് മാത്രം മസാല ദോശ എത്തിയില്ല. അതിന് നമ്മളിവിടെ വായി നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്. അവർ വിചാരിച്ച് കാണും, വേറെ എന്തെങ്കിലും വിചാരിച്ച് കാണും. എന്ത് ചെയ്യും മല്ലയ്യ നീ? ഞാൻ കയ്യും കാലും കാണിക്കും. കയ്യും കാലും കാണിക്കുമെന്നോ? മസാല ദോശ എങ്ങനെയുണ്ട്? മസാല ദോശ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. 5 മാർക്ക്. പക്ഷെ വട്ട ഒരു വട്ട. ഞാനങ്ങനെ മസാല ദോശ തിന്നു നോക്കട്ടോ എങ്ങനെ ഉണ്ടോന്ന്. നമ്മുടെ ഇവിടുത്തെ മസാല ദോശ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ദോശയ്ക്കകത്ത് മറ്റേ എന്തോ കുറേ കിഴങ്ങിൻ്റെ ഇത് വെച്ച് തന്നേക്കുന്നു. ടേസ്റ്റുണ്ട്. നമ്മുടെ ഇവിടുത്തെ മസാല ദോശ അത്ര മുരിച്ച് അങ്ങനത്തെ ഇതാക്കിയിട്ടില്ല, പക്ഷേ ടേസ്റ്റുണ്ട്. ഈ കിഴങ്ങിൻ്റെ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സാധനം വേണം എടുത്തോണം, എനിക്ക് ഇഷ്ടമല്ല ഈ മധുരമുള്ള. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടുപേരും വയറ് നിറച്ച് മസാല ദോശയൊക്കെ കഴിച്ച് ഞാൻ എക്സ്ട്രാ ഒരു വടയൊക്കെ ചോദിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഗൈഡ് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. സത്യം പറഞ്ഞാൽ മലേഷ്യയിലെ 3/4 വ്ളോഗും എടുത്ത ചാച്ചൻ തന്നെയാണ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ അവിടെ വൃത്തിയാക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ നാട്ടിൽ എന്താ ആരും ഇങ്ങനെ ചെയ്യാത്തതെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം നല്ലപോലെ വൃത്തിയാക്കുവാണെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും. പക്ഷെ ആരും അതിന് തുനിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വേസ്റ്റ് ഒക്കെ കൂടി ആകെ വൃത്തികേടായി കിടക്കുന്നത്. പിന്നെ മലേഷ്യയിൽ കൂടുതലും മുസ്ലിംസും ഹിന്ദുക്കളുമാണ്. കൂടുതലും അമ്പലങ്ങളാണ് ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ടത്. നമ്മുടെ നാട്ടിലെ 25 രൂപയാണ് മലേഷ്യയിലെ ഒരു റിങ്കറ്റ്. നമ്മുടെ നാട്ടിലെ പൈസ അവിടെ ചെന്ന് കൺവേർട്ട് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല പോലെ പൈസ പൊട്ടും. 3 ദിവസം കൊണ്ട് എനിക്കും ചാച്ചനും 35,000 രൂപയാണ് ഫുഡിന് വേണ്ടി മാത്രമായത് ഗൈസ്. അങ്ങനെ നമ്മൾ ഗൈഡ് പറഞ്ഞ പ്രകാരം ആദ്യത്തെ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു ഫേമസ് ടെമ്പിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്. ബാക്കി ചാച്ചൻ കാണിക്കുമെല്ലാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇനി അങ്ങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പരിപാടി. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവർ പറഞ്ഞു വെച്ച് ശ്രീ മുരുകൻ്റെ ഒരു സ്റ്റാച്ചു. എൻ്റെ പൊന്നോ, ഈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പാണ് ഇത്? അയ്യോ, ഇത് ടാസ്കാണ്. ഇതെനിക്ക് എൻ്റെ ഈ കാല് വെച്ച് കയറാൻ പറ്റത്തില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന എൻ്റെ ഏജുള്ളവരും എൻ്റെ ഏജിൽ താഴെയുള്ളവരും ദയവ് ചെയ്ത് വണ്ടിയിൽ പെയ്യെ പോവുക. മീൻസ് ഇപ്പം നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും നമുക്കൊരു ആക്സിഡൻറ്റ് വന്ന് നമ്മുടെ കാലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്ന ഒരു ശരീരത്തിൽ നമ്മൾ ഒരു കമ്പി, അത് നമ്മുടെ ഒരു ബോഡി കീറി കമ്പി കയറ്റുക. ആ ബോണ് പോയ കാരണം കമ്പി കയറ്റുക. അപ്പം അതെന്തായാലും നമ്മുടെ ബോഡിയിലുള്ള അത്രയും ഒരു സ്ട്രെങ്ത് അതിന് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം വരും. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയുകയാണ്, വണ്ടിയിൽ പെയ്യെ പോവുക. ഇതിപ്പോൾ എൻ്റെ തെറ്റ് കൊണ്ട് വന്നതാണ്, എൻ്റെ ഫോൾട്ട് കൊണ്ട് വന്നതാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ വണ്ടിയിൽ മാക്സിമം പെയ്യെ പോകാൻ ശ്രമിക്കുക.
പണ്ടത്തെ അല്ല ഈ ഇപ്പോൾ കൊള്ളാം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ബാഗിൽ കാണുന്ന ഈ സാധനമാണ് മുരുകൻ്റെ സ്റ്റാച്ചു. മുരുകനല്ലേ? യാ മുരുകൻ്റെ സ്റ്റാച്ചു. ഇങ്ങനെ ചുമ്മാ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങാം, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ്. എല്ലാവരും നോക്കുക എന്താന്നൊക്കെ കേട്ടോ. ഞാൻ കേരളയിലെ പെരിയ യൂട്യൂബർ തന്നെ. നമ്മൾ പെരിയെന്നല്ല, നമ്മൾ സിന്ന. ഞാൻ പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോരുത്തരത്തിൽ എങ്ങനെ. എനിക്ക് സത്യം പറയാൻ സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ക്ലിയർ ആവത്ത് പോലുമില്ല. എത്ര പേര് എൻ്റെ കൂട്ടുകാരെല്ലാം ഇടയ്ക്ക് എന്നെ കളിയാക്കും. ഇടയ്ക്കോ മിനിഞ്ഞാന്നുകൂടി എൻ്റെ കുറേ കൂട്ടുകാർ കളിയാക്കിയതേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാനും അവരെ തിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്കാ, അങ്ങോട്ട് കളിയാക്കും ഇങ്ങോട്ട് കളിയാക്കും, അങ്ങനത്തെ സംഭവം. മിനിഞ്ഞാന്നത് കളിയാക്കിയതേ ഉള്ളൂ, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ സംസാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പം അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമായി, ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ഇഷ്ടമായി. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ അത് ഫുൾ തന്നെ മാറ്റിയെടുത്താവളാം ഈ ക്യാമറയുടെ മുമ്പിലും ഇങ്ങനെയൊക്കെ ഒന്ന് പഠിപ്പിച്ചത്. പണ്ട് ടിക്ടോക്കൊക്കെ എടുക്കുമായിരുന്നു, പക്ഷേ ഇത്രയും ഒരു സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും സംസാരിക്കാൻ അറിയത്തൊന്നുമില്ല. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാമല്ലോ, ഞാനിങ്ങനെ മണ്ടയ്ക്കൂടെ സ്റ്റെപ്പിലൂടെ നോക്കിയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് എനിക്കിത് കയറാൻ പറ്റില്ല. അന്നേരം എനിക്കൊരു വാശി കയറി ഗായ്സ്, ഞാനിത് കയറാൻ പോവാം. എനിക്കറിയത്തില്ല, നീര് വെക്കുമായിരിക്കും, അതൊക്കെ ആയിരിക്കും. എനിക്കിത് കണ്ടമുള്ളൂ, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഇതെല്ലാം കൂടെ വന്നിട്ട് എനിക്കിത് കയറിയേ പറ്റത്തുള്ളെന്നൊരു ചിന്ത വന്ന് ഗായ്സ്, ഞാൻ കയറാൻ പോവാം. ഇനി എനിക്ക് പറ്റത്തില്ല കണ്ടോ. നമ്മൾ ഇത്രയും നടന്ന് അതുവഴി പോയിട്ട് പോലും ഇത് പറക്കുന്നൊന്നുമില്ല കണ്ടോ. ഞാൻ കയറാൻ പോവാം. വാശിയായി. കാല് നീര് വെച്ചാലും കുഴപ്പമില്ല. കയറുന്ന ഇത് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ചില ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് വാശിയായി ഗൈസ്. വാശി കയറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഈഗോ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പരിപാടി എന്നൊന്നും അറിയത്തില്ല. ഫോൺ യൂസ് ചെയ്യാമെന്ന് പോലും അറിയത്തില്ല മണ്ടയ്ക്കോട്ട്. ഇവിടെ ഒരു പുള്ളിക്കാരി നിൽപ്പുണ്ട്. എൻ്റെ പൊന്നോ, എന്താ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പല്ല ഗൈസ്. ഇത് ഭയങ്കര മറ്റേ കുത്തനെ നിൽക്കുകയെന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള സ്റ്റെപ്പാണ്. പക്ഷേ ഗൈസ് കുഴപ്പമില്ല ഗൈസ്, ഞാൻ കയറിയിരിക്കും. അതെൻ്റെ ഒരു വാശിയായിപ്പോയി, ഈഗോ. തിരിച്ചെനിക്ക് ഒന്ന് ഉരുണ്ടാൽ മതി എന്ന് തോന്നുന്നു. സ്റ്റെപ്പല്ലേ അടിച്ചടിച്ചിങ്ങ് വന്നോളൂ എന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഞാൻ പകുതി കയറിയിട്ട് വരാം. കാരണം എനിക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടില്ല, ഞാനിങ്ങനെ കൈ പിടിച്ചാണ് കയറുന്നത്. ബിക്കോസ് കാലിന് കമ്പി ഉള്ളതുകൊണ്ട് കൈ പിടിച്ചാണ് കയറുന്നത്. മച്ചാനേ, മച്ചാനല്ല കേട്ടോ, മച്ചാത്തിയാന്ന് തോന്നുന്നു. ഇവന്മാരോടൊന്നും കളിക്കണ്ട, ചിലപ്പോൾ പിടിച്ച് കീച്ചും. അയ്യോ, ഇവനിച്ചിരി സീനാ. അയ്യോ, ആ നിൽക്കുന്ന നമ്മുടെ ഒരു ചേർന്ന ഞാൻ അവരോട് പക്ഷേ ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പൊന്നു ഇപ്പം തന്നെ എന്നെ അണയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ കയറിയിരിക്കും. അതെൻ്റെ ഈഗോ ഹേർട്ടായിപ്പോയി. എൻ്റെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ അറിയാമല്ലോ ഗൈസ്, പിന്നെ നമുക്ക് പറ്റത്തില്ല. ഇവിടെ വരെ ആയതേ ഉള്ളൂ കേട്ടോ. ഇത്ര പെട്ടെന്ന് ഗൈസ് നമ്മൾ ഇവിടെ വരെ വന്ന് ഇത്രയും കയറി. ഐ ക്യാൻ ബിലീവ് ഇത്രയും ഞാൻ കയറിയെന്ന് ഇത്ര പെട്ടെന്ന്. ഈ വെള്ളം എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം താഴെ വീണത്, പൊട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല. ദൈവം തന്നെ. ചേട്ടനും കയറുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ചേട്ടനും ഇതുകൂട്ട് തന്നെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ കയറും അല്ലേ ഏട്ടാ? അതിപ്പോൾ എത്ര കുത്തമ്മീനാറാണേലും കയറും. അതെ. പക്ഷെ ഗായ്സ് ഇത്ര പെട്ടെന്ന്
നമ്മൾ ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. നമ്മൾ അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ സ്റ്റാച്ചു കണ്ടില്ലേ? ഓഹ് മൈ ഗാഡ്. നമ്മൾ ഇവിടെ വരെ എന്നെ വേർത്തു മീൻസ് സാധാരണ ഇപ്പം അങ്ങനെ നടക്കാറുമില്ല, ഒന്നുമില്ല. നമ്മൾ വണ്ടിയിലും പിന്നെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്ന ഫുൾ വണ്ടിയിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാലോ ബ്രോ, നമുക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ കുഴപ്പമില്ലെന്നൊന്നും വിചാരിക്കല്ലേ. വണ്ണം ഇല്ലാത്തവർക്കാണ് ഏറ്റവും വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഒരു മന്ത്ലിയോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഹെൽത്ത് പോയി ചെക്ക് ചെയ്യുക, ഹെൽത്ത് പ്രോപ്പർ രീതിയിൽ ചെക്ക് ചെയ്യുക. സീരിയസ്ലി ഇത് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. ഓ എൻ്റെ പൊന്നെ, മണ്ടയ്ക്കോട്ട് നോക്കിയിട്ട് തല കറങ്ങുന്നു കേട്ടോ. അത് കണ്ടോ, ഇതൊരു പാറയുടെ അടിയിൽ നിൽക്കുന്ന ഒരു അമ്പലം, സംതിങ് ലൈക്ക് ദാറ്റ്. അയ്യോ, ഇനി മണ്ടയ്ക്ക് കയറട്ടെ. മണ്ടയ്ക്ക് കയറിയിട്ട് കാണാം. നിങ്ങൾക്ക് ക്യാമറയിൽ എന്തോരം ഇത് മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. പക്ഷേ ഇത് നേരിട്ട് കാണണം. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും പേടി വരുന്ന കൂട്ടൊരു ഫീൽ വരും. പക്ഷേ ഗൈസ്, ഇത് വൺ ടൈം എങ്കിലും നിങ്ങളിത് വന്ന് കാണണം. ഇന്നലെ ആണെങ്കിലും ഒരു ചേച്ചി നമ്മൾ ഇട്ട ഒരു റീലിന് കമൻ്റ് ഇട്ടു, ഒരുപാട് പൈസ ആയെന്ന് തോന്നുന്നല്ലോ, അത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ട്രിപ്പ് പോകുന്നത്, അങ്ങനത്തെ ഒരു കമൻറ്റ്. പക്ഷേ സീരിയസ്ലി ഞാനും അവളും അതിന് റിപ്ലൈ കൊടുക്കാനേ നിന്നില്ല. ബിക്കോസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടും നല്ല രീതിക്ക് ഓരോ വീഡിയോ ഇട്ടും നമ്മൾ കയറി വന്നതാണ്. അല്ലാതെ ആരും നമ്മളെ ഈ ഒരു ലെവലിൽ കൊണ്ട് നമ്മളെ ആരും ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കിയല്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടായതാണ്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ടായതാണ്. കാരണം എന്നെക്കാളും കൂടുതൽ ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുള്ള അവളാണ് ഈ ഒരു ലെവലിലാക്കാൻ വേണ്ടി, എന്നെയും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കാൻ വേണ്ടി. അപ്പം ചേച്ചി പറയുന്ന കൂട്ട് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളൊരു വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് നമ്മൾ നിങ്ങളെ ഒരു ഇത്ര മിനിറ്റ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതുപോലെ വർക്ക് ചെയ്തിട്ട് തന്നെ. അല്ലാതെ നമുക്ക് ആർക്കും വർക്ക് ചെയ്യാതെ നമുക്ക് ഇതിലൊന്നും ഒന്നും ആകാൻ പറ്റത്തില്ല. അത് ചേച്ചി ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു കാണുന്നവരെ ഇരുത്തിയിട്ട് പറയണം. ചേച്ചിയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടു, പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്, മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫിലിം എടുക്കുന്നവർക്കുണ്ട് അതിൻ്റെ കഷ്ടപ്പാട്, ഒരു കോമഡി ഷോയിൽ ഒരു കോമഡി ചെയ്ത് അവർക്കുണ്ട് കഷ്ടപ്പാട്, സ്ക്രിപ്റ്റ് എഴുതി അതിനുള്ള കഷ്ടപ്പാടുണ്ട്. അല്ലാതെ ജോലി ചെയ്യുന്നവർ വെളിയിൽ പോയി ഇലക്ട്രീഷ്യനായിട്ടും ഫയർ ഫൈറ്റിങ്ങിൻ്റെയും ഫയർ ആൻഡ് സേഫ്റ്റിയും അങ്ങനെ അത് ചെയ്യുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചേച്ചി പറഞ്ഞുകൊണ്ട് പൈസ നമ്മൾ ഒത്തിരി ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പൈസ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളത് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ലൈഫ്. മാക്സിമം എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടി തുടങ്ങിയത് നമുക്ക്. കാരണം ഞങ്ങൾ തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്തവരാണ് ഞാനും അവളും. പക്ഷേ ആ ടൈമിൽ പോലും ഞങ്ങൾ കുറച്ച് ചെറിയ ട്രിപ്പുകൾ നമ്മൾ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഇത്രയും ഇത് പോകാൻ പറ്റിയത്. അപ്പോൾ ആ ചേച്ചിയോടും പിന്നെ ഇങ്ങനെ ഇത് ഇത്തിരി പൈസ കിട്ടും, സോഷ്യൽ മീഡിയ വാരിക്കോരി തരുന്നു. സോഷ്യൽ മീഡിയ ആർക്കും വാരിക്കോരി കൊടുക്കുന്നില്ല. സോഷ്യൽ മീഡിയ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടും, മനസ്സിലായോ? അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് ആൾക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന, കാരണം ഒരാളെ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്, മനസ്സിലായോ? അപ്പോൾ ഇത്രയും പേരെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണ്. അല്ല ചുമ്മാ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്ര റീച്ചും ആകത്തില്ല, ഇത്രയും നമുക്കൊരു
ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ വരത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, എനിക്കിതൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഇങ്ങനത്തെ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അത്രേ ഉള്ളൂ. അത്ര ഉദ്ദേശിച്ച ഇത്രയും വരെ വന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബിക്കോസ് നമ്മൾ അവിടെ ചെന്ന് ഷൂവും ഇതൊക്കെ ഊരണം. ഷൂ ഊരാൻ ഇച്ചിരി പാടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പി കിടക്കുന്നതുകൊണ്ട് ഷൂ ഇല്ലാതെ നടക്കുന്നത് കുറച്ചുകൂടെ ടാസ്ക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇനി താഴോട്ട് ഇറങ്ങാൻ പോവാണ്. എത്ര ഹൈറ്റൊക്കെ ഇതിച്ചിരി നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ മറിഞ്ഞടിച്ച് വരും. ബിക്കോസ് കുത്തനെയുള്ള ഇറക്കമാണ്. കണ്ടില്ലേ, നമ്മൾ നോർമൽ സ്റ്റെപ്സ് അല്ല, ഇത് കുത്തനായിട്ടുള്ള ഇറക്കമാണ്. അപ്പം നോക്കിയും കണ്ടു ഇറങ്ങിയില്ലെങ്കിൽ മോന്തയ്ക്കത്തെ ഫ്രണ്ടിലത്തെ 2-3 പല്ലങ്ങ് പോവും. പിന്നെ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ഇത്രയും വേർക്കുന്നത് കണ്ട്. വേർത്ത് ഞാൻ വേർത്ത്. എൻ്റെ ബാക്ക് കണ്ടില്ലേ, ബാക്കിലെ സാധനം കണ്ടില്ലേ, ഒത്തിരി പേര് പുറകെ വരുന്നുണ്ട്. ഇവനൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. ഇവനൊക്കെ വേണമെങ്കിൽ കൈ പിടിക്കും. കണ്ടാ, ഏതാണ്ടൊക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ. ഓ മൈ ഗോഡ്, സീൻ കോൺട്രയാ. ഇനി താഴെ ചെന്നിട്ട് പറയാം. ഇനി ഞാൻ കയറിയില്ലെന്ന് ആരും പറയരുത്. ഞാൻ മൊത്തം കയറി. ഇനി താഴെ ചെന്നിട്ട് ബാക്കി കാണാം. ചിലപ്പോൾ ഒത്തിരി അങ്ങോട്ട് പോയ കാരണം ഇവരും മേടിച്ച് അടിക്കും. എന്നെ വേർത്ത് ഗൈസ്. അപ്പം ഞാനിത് ഫുള്ള് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. നമ്മളൊരു വാച്ചിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വന്നേക്കുവാണ്. ഇതൊക്കെ 138 റിങ്കറ്റൊക്കെ. 138 റിങ്കറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 2000 സംതിങ് അത്ര ആവും. അല്ല, എല്ലാം കുറേ കല്ലും മണ്ണും പതിപ്പിച്ച് വാച്ചുകൾ. പിന്നെ എൻ്റെ കുഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട്. കുഞ്ഞാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ ഇത് പഠിപ്പിച്ചതാളാ. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. എനിക്ക് ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. പ്രാവശ്യം ഞാൻ അവളോ എടുക്കുന്ന കേട്ടോ. അവൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ വേണ്ട. കുഞ്ഞ് നിൽപ്പുണ്ട്. എന്നെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്യും അവൾ. ഇതും 1350 റിങ്കറ്റ്. ഇതിലെന്തോ ഇതിങ്ങനെ കറങ്ങുമായിരിക്കും. കണ്ടോ, അത് കറങ്ങുന്നതുണ്ടോ? ഈ സാധനം മൂവ് ചെയ്യുന്നതുണ്ടോ? എൻ്റെ കുഞ്ഞ് പോയി അങ്ങ് പോയി കേട്ടോ. നമുക്ക് പിന്നെ ആൺപിള്ളേർക്ക് പിന്നെ തന്നെ ഇതൊക്കെ കാണുന്നതാണല്ലോ ഹാപ്പിനെസ്. അയ്യവാ, വായിന്ന് തീ തുപ്പുന്ന ഡിനോസർ കേട്ടോ. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ നടക്കുക. ഒരു മറ്റേ എന്താ പറയുക, ഇതുണ്ട്. എനിക്ക് അടുത്ത ഞാൻ എപ്പോഴേലും ഇതിൻ്റെ ഈ ടൈപ്പിലൊരു സാധനമുണ്ട്. അതിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, സോറി. ഞാനങ്ങനെ വലിയ ബ്രാൻഡ് പ്രേമിയൊന്നുമല്ല. പക്ഷെ ഇപ്പം റീസെൻ്റായിട്ട് അത്യാവശ്യം ബ്രാൻഡ് സാധനം യൂസ് ചെയ്ത് വരുന്നുണ്ട്. ബ്രാൻഡ് സാധനം യൂസ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അതെൻ്റെ ഈ ടൈപ്പ് സാധനമാണ് എനിക്ക് വേണ്ടത്. അയ്യവാ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാച്ച് അത് കാണാൻ പറ്റിയില്ലല്ലോ. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ നിന്നാണ് ഞാനിപ്പോൾ അത്യാവശ്യം വാച്ച്, സ്പെക്സ് ഒക്കെ മേടിക്കുന്നത്. അത്യാവശ്യം നല്ല റീസണബിളായിട്ടുള്ള റേറ്റിലും കിട്ടും. അതുമാത്രമല്ല, അവരുടെ എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാനിപ്പം അവിടെ നിന്നാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. എനിക്ക് ഈ വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത്. സ്പെക്സ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല ക്വാളിറ്റിയാണ്. ഞാനിപ്പം എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ വെക്കുന്ന മിക്ക സ്പെക്സുകളും ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഓൺലൈനിൽ. ചുമ്മാ വേണം മെമ്മറീസിന് ഇവിടുന്ന് വല്ലതും ഡ്രസ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചുമ്മാ ഒരു
നമ്മുടെ ഒരു ഇതിന് ഒരു മെമ്മറീസിനായിട്ട് വല്ല ഡ്രസ്സ് വല്ലതും അല്ലാതെ കുഞ്ഞു പിള്ളേരുടെ അയ്യോ എൻ്റെ പൊന്നോ ഈ ഒരു ടീഷർട്ടിന് 69 റിങ്കറ്റോ എന്നാൽ നമ്മുടെ നാട്ടിൽ 1000 മണ്ടയ്ക്കായി അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. ഇതെന്താ ഇതൊക്കെ പെട്ടെന്ന് ഇളകി പോകുന്ന സാധനമാണ്. ഷേ ഇവരെ മറ്റേ അതിൽ പറഞ്ഞുകൊണ്ട് മുതലെടുക്കണയാണോ സജി അതുകൂട്ടുള്ള സെറ്റപ്പാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ന് ഒരു 1500 1500-ൻ്റെ മണ്ടയ്ക്കുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പറയത്തില്ല മറ്റേ മുതലെടുക്കണയാണോ സജ്ജി ആ ഒരു സെറ്റപ്പാണ് ഇവർ. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ നമ്മൾ മലയാളികളാണ്. മലയാളികളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല ഗൈസ്. ഇന്ന് നല്ല മൂഡിലല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്തോ തലവേദനയൊക്കെ ആയിരുന്നു. ഇതേ ഞാൻ പാവം ഞാൻ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആ ബോർഡ് കണ്ടോ? എന്തോ കേലുവ എനിക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല. ഇന്നലെ ഞാൻ ഈ സംഭവം കണ്ടു, പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എക്സിറ്റ് എന്നാണ് എഴുതിയേക്കുന്നതെന്ന്. അതിൻ്റെ തൊട്ടപ്പുറത്ത് എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇന്നലെ ഒരിടത്ത് പോയപ്പോൾ അവിടെ എക്സിറ്റ് എന്ന് എഴുതിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേലുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്തോ ഹിൽ സ്റ്റേഷനോ. വണ്ടി മോഡിഫൈ ചെയ്തില്ല ഇവിടെ ഫൈനാണ്. കാരണം എല്ലാ ഒരു വണ്ടി പോലും ഇല്ല മോഡിഫൈ ചെയ്യാതെ. ഇതൊക്കെ പഴയ സാധനമാണ്. നമ്മുടെ ബസ് വന്നു. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നിട്ടുള്ള അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ചാച്ചൻ എന്തൊക്കെയാ വീഡിയോ എടുത്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാ വീഡിയോ എടുത്തിരിക്കുന്നത്, എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയൊക്കെ. പാവത്തിന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ഒന്നും അറിയത്തില്ലായിരുന്നു. എന്റെ കൂടെ വന്ന് ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഓരോന്നൊക്കെ എടുത്തു പഠിച്ചത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. പോകുന്ന വഴിയിലത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാ വ്യൂ കൂടെ എടുക്കാൻ പോയാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് പറ്റുന്ന അത്രയും ഞങ്ങൾ എടുത്തത്. നമ്മൾ മറ്റേ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് കൊണ്ടുപോകുന്ന കൂട്ട് ഏത് എന്തോ ഒരു സാധനത്തിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നേക്കുക. വൈകി എല്ലാവരും ലൈനപ്പായിട്ട് പോവുക. ഓ ഗൈസ്, ഞാൻ ഈ സാധനത്തെ കയറിയിട്ടുണ്ട്. ഈ സാധനത്തെ ഞാൻ ഫസ്റ്റ് ഒരു തവണ കയറിയിട്ടുള്ളൂ. എവിടെയാണെന്നറിയാമോ? ജഡായുപ്പാറയിൽ ഈ സാധനമുണ്ട്. ഞാൻ അവിടെ ഇതിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ടൈമാണ് ഇതുപോലത്തെ ഒരു സാധനത്തെ കയറുന്നത്. നിമിഷങ്ങളെന്ന് പറഞ്ഞില്ല, ഏതാനും മിനിറ്റുകൾക്കകം ഇതിലോട്ട് കയറും. ഞാൻ വിചാരിച്ച് എന്നെ ഇവിടെ നിർത്തുവാണ്. ഇങ്ങനെ കയറിക്കോണം, ഡയറക്റ്റ് കയറിക്കോണം, നിൽക്കത്തില്ലേ കേട്ടോ. കയറിക്കോണേ കുഞ്ഞ്, കയറിക്കോ. അങ്ങനെ നമ്മുടെ ഇതിലുള്ളത് ഇത്രയും പേരാണ്. ഹായ്ക്കോട്ടെ, ഹായ് പറ. ഹായ് പറയാം. വേണ്ട ഫോട്ടോ, അത് പൈസ കൊടുക്കണം അവന്. വേണ്ട അതെ ഫ്രീ. അതെ, എടുത്തോളായിരുന്നു. ഗൈസ്, സോറി ഗൈസ്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല മഴ കാരണം. ഇവക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇതാണ് മലേഷ്യൻ വെള്ളച്ചാട്ടം. അതെ മലേഷ്യൻ വെള്ളച്ചാട്ടം. ഏയ് അണ്ണേ, വെള്ളി വിട് മല്ലയാണ് അണ്ണ, ഇവിടെ ഉണ്ടെണ്ണ. അയ്യോ, രണ്ട് താഴെ കൂടെ വണ്ടികൾ പോന്നു.
മനോഹരമായ കാഴ്ചകൾ. ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? നമ്മൾ കേബിൾ കാർ കയറിയപ്പം തന്നെ നല്ല കോടയായിരുന്നു. അതുകൊണ്ട് എന്തുമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് അറിയത്തില്ല. കേബിൾ കാർ ഇറങ്ങി നമ്മൾ നേരെ വന്നത് അവിടുത്തെ ഒരു മാളിലോട്ടാണ് ഗൈസ്. ചെന്നപ്പം തന്നെ എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്കുള്ള ആഹാരം എല്ലാവരും ഇവിടുന്ന് കഴിച്ചോളാൻ. ഗൈസ് എന്നെ ഇട്ടിട്ട് കണ്ട് ഫുഡ് കണ്ടപ്പോൾ തന്നെ അവൾ പോവാ ഗൈസ്. കണ്ടോ, എന്നെ ഇട്ടിട്ട് ഫുഡ് കണ്ടപ്പോൾ തന്നെ എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ല. അതെൻ്റെ കുഞ്ഞങ്ങനെ ഫുഡ് കണ്ടു കഴിഞ്ഞ് പിന്നെ എൻ്റെ കുഞ്ഞിന് പിന്നെ വേറൊന്നും. ഗൈസ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫുഡ് അടിയിലോട്ട് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്ന ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ മങ്കി ഷോൾഡർ, ബ്ലാക്ക് ലേബൽ, NC അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഇവിടെ ഈ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഫുഡിന്. സാലഡിനൊക്കെ 36 റിങ്കറ്റ്. 36 റിങ്കറ്റ് എന്ന് പറയുമ്പം നമ്മുടെ അവിടുത്തെ ഒരു 600 30 എന്ന് പറയുമ്പോൾ ഒരു 600 സംതിങ്. അപ്പോൾ ഒരു എങ്ങനെ ഒരു 700 സംതിങ് വരും സാലഡിന് തന്നെ. ഓ മൈ ഗോഡ്. പക്ഷേ നമ്മളിവിടെയൊക്കെ വന്നിട്ട് നമ്മളിതൊക്കെ ട്രൈ ചെയ്യണമല്ലോ. അതിപ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മൾ വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ നമുക്ക് തോന്നുന്നത് അത് ചെയ്യുക. പിന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് പഠിക്കാൻ. പിന്നെ ചിക്കൻ സുപ്രീം കിട്ടാൻ ഇത് പിസ്സ ഹട്ടൊന്നുമല്ല. എന്താ പറയുക ഗൈസ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ പിസ്സ ഹട്ടിലെ ചിക്കൻ സുപ്രീം എന്ന് പറഞ്ഞൊരു പിസ്സ ഉണ്ട്. അത് ട്രൈ ചെയ്യാത്തവരൊന്ന് മേടിച്ച് ട്രൈ ചെയ്യണം. ആക്ച്വലി അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പിസ്സ ഞാൻ ഇപ്പോൾ ഒരു പിസ്സ ലവർ അല്ലായിരുന്നു. പക്ഷേ അത് കഴിച്ചേ പിന്നെ ഞങ്ങളിപ്പം ആഴ്ചയിലൊരു 7 ദിവസം ഇപ്പോൾ പിസ്സ കഴിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് കഴിച്ചിട്ട് കിടന്നാലും പിസ്സ കഴിക്കും. കാരണം വെളുപ്പിനെ 24 hours പിസ്സ കിട്ടുന്നുണ്ട് കൊച്ചിയിൽ. അത് ഞാൻ മിനിങ്ങാന്നാണ് അറിഞ്ഞത്. കാരണം വെളുപ്പിന് 3 മണി 4 മണിയൊക്കെ ഭയങ്കരമായിട്ട് പിസ്സ കഴിക്കാൻ ആഗ്രഹം. ചുമ്മാ നോക്കിയപ്പോൾ തന്നെ പിസ്സ കിട്ടും. ഗൈസ് അവിടെ നമ്മുടെ മച്ചാൻ പരിപാടി തുടങ്ങി. അത് വീഡിയോയിൽ പകർത്താൻ എൻ്റെ ചകറയാ. അതുകൊണ്ട് നല്ല സോൾട്ടിലൊക്കെ ഡിപ്പ് ചെയ്ത് അവിടെ ഗ്ലാസ് വെച്ചേക്കുന്നുണ്ടോ ഉണ്ടോ? അയ്യോ, എനിക്ക് ഇവിടുന്ന് എണ്ണിച്ച് പോകാൻ വയ്യ ഗൈസ്. അതാണ് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നത്. കണ്ടോ കറക്റ്റ് അളവൊക്കെ കറക്റ്റ് അളവിൽ കൊണ്ട് നിർത്തിയേക്കുക. അയ്യോ ഇങ്ങോട്ട് വന്നേക്ക്. ഓക്കെ ബൈ ഗൈസ്. എല്ലാവരും ഇവിടെ കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. നമ്മുടെ പയ്യൻ അവിടെ കാണ്ട് ഐസ് ക്യൂബ്സൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തുന്നു. അത് കില്ലാടിയ തലക്കെട്ട് കണ്ടോ, അവനാണ് തലക്കെട്ട് ബാധവൻ. കിലിക്കിത്തക്കത്ത ആള്. ഓ ഇവിടുത്തെ എല്ലാവരും ഞാൻ അറിയാൻ പറ്റും. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലായിടത്തും കയറിയതിലുണ്ടല്ലോ അവിടുത്തെ സ്റ്റാഫുകളുണ്ടല്ലോ, മറ്റേ ആൾക്കാരെ ഇന്നിങ്ങോട്ട് മാറുമോ ഇത് അങ്ങനല്ല, അവരെ ഒന്ന് ചിരിപ്പിച്ചോണ്ട് അവർ പറയുന്നത് ഒരു എക്സ്ക്യൂസ് മേ പ്ലേസ് മോ. ഇവളങ്ങ് പോയല്ലോ. ഇങ്ങോട്ട് പാടി വാ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഫുഡ് വന്നിട്ട് ഞങ്ങൾ വരാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഷവർമ വന്നിരിക്കുകയാണ്. അതും ലാം ഷവർമ അഥവാ ആട്ടിറച്ചി. ഞാൻ ലാം ഷവർമ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. ലാം ഷവർമ അഥവാ ആട്ടിറച്ചി. ഞാൻ കഴിച്ചോട്ടെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ ഭയങ്കര ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. ഇങ്ങനെ ഡിപ്പ് ചെയ്യുക.
ഇത് ഗുഡായിട്ടുണ്ട് കേട്ടോ. ബ്രോ ക്ഷമിക്കണം, ആദ്യത്തെ എടുക്കാൻ പറ്റില്ല. നിൻ്റെ ഇതിനകത്തിലെ ആദ്യത്തെ റിവ്യൂ ഒന്ന് കിട്ടുമോ? എന്താ എങ്ങനെ നമ്മുടെ അവിടുത്തെ പിസ്സ കൂട്ടാണോ അതോ വേറെ ടേസ്റ്റാണോ? ഒന്നും പറയാല്ല, അല്ല കിടിക്കാച്ച സാധനം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ വലിയ ആക്റ്റീവ് ആവാതെ ഇങ്ങനെ നടക്കുന്നതെന്ന്. ശരിക്കും എൻ്റെ ഹെൽത്ത് അത്ര അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. മഗ്നീഷ്യം അയണും ഒക്കെ എനിക്ക് കുറവായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും. പിന്നെ ഈയിടയ്ക്കായിട്ട് എല്ലാം വെളിയിലായിരുന്നു ഷൂട്ട്. അതുകൊണ്ട് സ്കിന്നൊക്കെ നല്ല ടാനായി, ഫേസ് എല്ലാം പിഗ്മെന്റേഷൻ പിന്നെയുമായി. സ്കിൻ കെയർ ഒക്കെ നോക്കാതെ ഇനി എല്ലാം ഒന്നേന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഹലോ, ഇതിൽ കയറുന്നോ? ഡി ഇതിൽ കയറുന്നോ? എന്താ പേടിയോ? നിനക്ക് പിന്നെ ഇതൊന്നും പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അയ്യോ, തിന്നുന്ന അണ്ണാക്കി കയറുന്ന മാത്രമല്ല നമ്പർ പ്ലേറ്റ് അടിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫൺ പ്ലേറ്റ്. ഇസ് ദിസ് കസ്റ്റമൈസ്ഡ്? Yeah. How much? 49. Yeah, okay. But അയ്യോ, ഇതെന്തുവാ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്ന ആരാ ഇത്? ഓ, ഇതൊക്കെ ഭയങ്കര, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വർത്തും ഇല്ലാത്ത സാധനം ഇതൊക്കെ. കം ഗൈസ്, കം ഗൈസ്. ഇടി ഈ സംഭവം എന്തോ അല്ല, റിങ്ങാണ് കേട്ടോ. 8 റിങ്ങിന് ഈ ചെറിയ റിങ്ങാണോ? അതൊരിക്കലും കയറത്തില്ല. താറാവിനെ എടുത്ത് അതിനകത്ത് ഇടണം. സത്യം പറഞ്ഞാൽ കുറച്ച് കാശ് കളയാനായിട്ട് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറെ ഗെയിമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ മുടക്കുവാണെങ്കിൽ എന്തെങ്കിലും ആഹാരത്തിന് മാത്രമേ മുടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഈ ഐസ്ക്രീം എടുത്തായിരുന്നു. ഇത് ഞാൻ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് പലരുടെ. ഞാൻ ആ മൂലക്ക് ഇന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ ചാച്ചൻ ഓടി കിടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അടുത്ത ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ചെല്ലുമ്പം നമുക്ക് കാണാം ഗൈസ്. ഇൻസ്വി എന്ന് പറഞ്ഞൊരു ടെമ്പിളിൻ്റെ അവിടെ വന്നേക്കാം. അത് അത്യാവശ്യം നല്ല എൻ്റെ മോനെ ഇത് കണ്ടോ, ആ കോടയ്ക്കകത്ത് ഇതാന്ന് തോന്നുന്നു ആ ടെമ്പിള്. ഓ മൈ ഗാഡ്. ഇതാണ് കുരങ്ക്, ഇതാണ് ഏതോ ഇതാണ് ചിങ്സ്വി. ആയിരിക്കാൻ സാധ്യത ഇല്ലാതില്ല. മുന്നാലെ വാജുബായി കണ്ണാലെ പത്താലെ ബമ്പണ്ട. ഇതാണ് നമ്മ പറഞ്ഞ ആള്. പുള്ളിയുടെ പേര് താൻശ്രീ ഡാറ്റോ സെറി ഡോക്ടർ ലിംഗോ ടോങ്. 1918 പുള്ളിയുടെ ജനനം, 2007 പുള്ളിയുടെ മരണം. ഫൗണ്ടർ ഓഫ് റിസോർട്ട്സ് വേൾഡ്, ജെൻഡിങ് ചൈൻസ്വി കേവ്സ് ടെമ്പിൾ. ഓ, ഇതിൻ്റെ ആളാണ് കേട്ടോ, പുള്ളിയാ. അയ്യോ, ഞാൻ വിചാരിച്ചു അതെന്തോ കാല് എന്തോ അവിടെ ഇരിക്കുവാന്ന്. ചിയാശോ അങ്ങനെ സംസാരിക്കണം കേട്ടോ. ഇനി ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ കം എഡിറ്റർ കം ഡൈസ്റ്റർ കം ഡിസ്റ്റൽ. പണ്ടത്തെ സ്റ്റുഡിയോക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ട് നോക്ക് ചിച്ചേ മോനെ ചിച്ചേ. അപ്പം എല്ലാം വരും. അയ്യോ, சூரியனோ சந்திரனோ யாரு வேணா சட்டனை சொல்ல செய்வாப்பாடே സൂര്യവന சொல்ல സട്ടനെ சொல்ல. ഇത് കൊള്ളാം. അപ്പോൾ ഇത് മണ്ടയ്ക്കോട്ട് പോകാം കേട്ടോ. പോകുന്നുണ്ടോ? എനിക്കും വയ്യ. ചിലപ്പോൾ കമ്പി ഊരി കുറേ കുട്ടിപ്പട്ടാളംസ് നടക്കുന്ന ഓടി. ഏതാ ഇവ? അതെന്തോ അതിനകത്ത് കൂടെ. അയ്യോ, ഇതെന്തോ എവിടെ മണി അടിച്ചേ ചേട്ടാ? സത്യം എന്തോ സംഭവം ശരിക്കും എന്തോ പറ്റിയത്? ചേട്ടൻ ഓ പുലിയെ പിടിച്ച ചേട്ടനാണോ? ഇതല്ല ചേട്ടാ, ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കാണാൻ വരുമ്പോൾ പേടിക്കുക. ഇതേ ഉള്ളൂ, പാവം പിടിച്ചൊരു പുള്ളിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം. ഇതെന്തോ? അയ്യോ, ഇത് ഏറ്റവും കൂടുതൽ പിരികം ഉണ്ടായിരുന്ന ആരോ അവിടെ കണ്ടോ? പിരികം പോയേക്കുന്നുണ്ടോ? ആക്ച്വലി ഫ്രീക്ക്, പണ്ടത്തെ ഫ്രീക്ക് ആളാന്ന് തോന്നുന്നു. ഇതും ഓ ഇത് പാവം എല്ലുമൊക്കെ കാണാം ശരിക്കും.
മറ്റേ കുബേർ കുഞ്ചിയുടെ ഇത് കുബേർ കുഞ്ചിയുടെ കൂട്ടാണല്ലേ, കുബേർ കുഞ്ചിയാന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ? ഓ ചെവി മറ്റേ ഏതാണ്ട് ഇട്ടോണ്ടിരിക്കുവല്ലേ വെച്ചുള്ള. അയ്യടാ സിംഗിരിയാണടി നീ. ഇത് ആർട്ടിഫിഷ്യൽ എന്തോ സംഭവമാണെന്ന് ഉടനെ എല്ലാവരും പറഞ്ഞത് ഉള്ളയാണ്. ആ അതല്ലേ ഞാൻ പറഞ്ഞു. ഉണ്ടോ? അയ്യോ ഡീ 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 വാ 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 വാ. മഴ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണല്ലോ. മഴയൊന്നും എനിക്ക് വിഷയമല്ല. ഓയ്യോ ആരത് മണിയടിക്കുന്നോ? നീ മണിയടിക്കുന്നോ? വേണ്ട അവിടെ ഡീ വാ ഒരു മണി അടിച്ചിട്ട് വരാം. വാ 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 ഇവിടെ വരെ വന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ വാ ബാടി വാ വാ കുഞ്ഞിന് മണിയടി. ഗൈസ് ഞാൻ മണിയടിക്കാൻ പോകും ഗൈസ്. ഗൈസ് എനിക്ക് നിക്ക് അയ്യോ ഞാൻ വിഷ് ചെയ്തില്ല. നീ ഇന്നലെ വിഷ് ചെയ്യ കേട്ടോ. നിക്ക് ഞാൻ എൻ്റെ വിഷ് ചെയ്തടിക്കട്ടെ. എനിക്ക് അതറിയില്ല. കേട്ടോ ആ വിഷിന് ഇച്ചിരി സൗണ്ട് കൂടിപ്പോയി. ഓ അത് 2 3 ആ ഓ അല്ല വേറെ കാര്യമുണ്ട്. അവൻ ഇപ്പോഴേ അത്ര കാര്യം വിഷനുണ്ടല്ലോ. ഇനി ആ ആ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇവിടെ ആരുണ്ടൊക്കെ സാമ്പ്രാണി എത്തിച്ചേച്ചി കേട്ടോ. ഇതെനിക്കൊന്ന് കുടിക്കാനൊക്കെ പറ്റിയ വെള്ളമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഗൈസ് മലേഷ്യയിലെ 2ാമത്തെ ദിവസം അപ്പം നമ്മൾ ഇത്രയും സ്ഥലമാണ് കവർ ചെയ്തത്. ശരിക്കും എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ആവാത്തത്. എന്നാലും മലേഷ്യ കാണാൻ പറ്റാത്തവർക്കും വരാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് വ്ലോഗ് എടുക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാച്ചനെ കൊണ്ട് ഇത്രയൊക്കെ കവർ ചെയ്യിപ്പിച്ചത്. പക്ഷേ 3ാമത്തെ ദിവസം ഞങ്ങൾ നല്ലപോലെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടിരുന്നതിന് ഒത്തിരി നന്ദി ഗൈസ്. ഓക്കെ ബൈ.